നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാസയുടെ ബഹിരാകാശ പേടകം ഇന്നും കേരളത്തിന് മുകളിലൂടെ സഞ്ചരിച്ചിരുന്നു. കൃത്യമായ നിരീക്ഷണം നടത്തിയതിന് പിന്നാലെ തന്നെ നമുക്ക് ആ വിവരം ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും അതേസമയം തന്നെ നമുക്ക് നിരവധി വാർത്തകൾ വരുന്നത് ഗ്രഹവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നുണ്ട്. ഒരേ പാതയിൽ ഒരേ താളത്തിൽ സ്വയം കറങ്ങുകയും ഒപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ഗ്രഹം അതേതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഭൂമിയാണ് എന്നായിരുന്നു. ഇതായിരുന്നു ഭൂമിയെക്കുറിച്ച് നാം പലരുടെയും പൊതുസങ്കല്പം എന്നുള്ളത്. എന്നാൽ ഭൂമി ഇപ്പോൾ പതിവിലും അല്പം വേഗത്തിൽ കറങ്ങുന്നുണ്ട് എന്നാണ് വിവരം. ഇത് ദിവസങ്ങളുടെ ദൈർഘ്യം കുറച്ച് മില്ലി സെക്കൻഡ് കുറയ്ക്കുന്നുണ്ട് എന്നുമാണ് ശാസ്ത്രലോകത്തിന്റെ പുതിയ കണ്ടെത്തൽ. 2020 മുതലാണ് ഈ മാറ്റം ദൃശ്യമായി തുടങ്ങിയത്. ഭൂമിയുടെ ഭ്രമണ വേഗത്തിൽ വരുന്ന മാറ്റം എന്ത് മാറ്റമാണ് നമ്മുടെ ഗ്രഹത്തിൽ സൃഷ്ടിക്കുക എന്ന് നോക്കാം. ഭൂമിയുടെ ഭ്രമണ വേഗത്തിൽ സംഭവിക്കുന്ന നേരിയ മാറ്റങ്ങൾ പോലും ആഗോള സമയ സൂചനാ സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നാണ് യാഥാർത്ഥ്യം. പൊതുവെ ഭൂമിയുടെ മന്ദഗതിയിലുള്ള ഭ്രമണവുമായി പൊരുത്തപ്പെടാൻ ലീപ്പ് സെക്കൻഡുകൾ അറ്റോമിക് ക്ലോക്കുകളിൽ ചേർക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേഗമാർന്ന ഭ്രമണം തുടർന്നാൽ 2029 ആകുമ്പോഴേക്കും ചരിത്രത്തിൽ ആദ്യമായി അറ്റോമിക് ക്ലോക്കുകളിൽ ഒരു ലീപ്പ് സെക്കൻഡ് കുറയ്ക്കേണ്ടി വരുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ എർത്ത് റൊട്ടേഷൻ ആൻഡ് റഫറൻസ് സിസ്റ്റം സർവീസ് ആണ് ഇക്കാര്യം പ്രവചിക്കുന്ന ഒരു ഏജൻസിയായി മാറിയിരിക്കുന്നത്. അതേസമയം time&date.comന്റെ പഠനം ഈ വർഷത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസങ്ങളെ കുറിച്ചുള്ള സൂചന നൽകുന്നു. ജൂലൈ 9, അതായത് ഇന്ന് 22-ാം തീയതി, ജൂലൈ 22, ഓഗസ്റ്റ് 5 എന്നിവയായിരിക്കും ദൈർഘ്യം കുറഞ്ഞ ദിവസങ്ങൾ എന്നാണ് പ്രവചനം. ഇവയിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനം ഓഗസ്റ്റ് 5 ആയിരിക്കുമെന്ന് കണക്കാക്കുന്നു. ഭൂമിയിൽ സാധാരണമായുള്ള 24 മണിക്കൂറിനേക്കാൾ ഏകദേശം 1.51 മില്ലി സെക്കൻഡ് ദൈർഘ്യം ഓഗസ്റ്റ് 5 കുറവായിരിക്കുമെന്നാണ് ഗവേഷകരുടെ അനുമാനം. ഭൂമിയിലെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യത്തിൽ ഉണ്ടാകുന്ന മാറ്റം ആദ്യമായി സംഭവിക്കുന്ന പ്രതിഭാസം അല്ല. ഈ മാറ്റങ്ങൾ നമ്മുടെ ഗ്രഹത്തിന്റെ പ്രാചീന കാലം മുതലേ ഉണ്ട്. ദിനോസറുകൾ വസിച്ചിരുന്നത് ഭൂമിയിലെ ഒരു ദിനത്തിൽ 23 മണിക്കൂർ ദൈർഘ്യമുള്ള സമയത്തായിരുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. വെങ്കല യുഗത്തിൽ ഭൂമിയിലെ ഒരു ദിവസത്തിന് ഇന്നത്തേക്കാൾ ഏകദേശം അര സെക്കൻഡ് കുറവായിരുന്നു എന്നും ഓർക്കുക. മാത്രമല്ല 200 ദശലക്ഷം വർഷം കഴിയുമ്പോൾ ഭൂമിയിലെ ഒരു ദിവസം ഏകദേശം 25 മണിക്കൂർ ആയി ഉയരുമെന്നും ഗവേഷകർ ഇതിനോടകം തന്നെ പ്രവചിച്ചിട്ടുണ്ട്. 2020 മുതലാണ് ഭൂമി സാധാരണത്തെക്കാൾ അല്പം കൂടുതൽ വേഗത്തിൽ കറക്കം തുടങ്ങിയത്. ഈ പ്രതിഭാസം തുടരുന്നതിനാൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ലീപ്പ് സെക്കൻഡ് കുറയ്ക്കേണ്ടി വരുന്നത്. ഭൂമിയുടെ ക്രമരഹിതമായ ഭ്രമണവുമായി പൊരുത്തപ്പെടുന്നതിനായി അറ്റോമിക് ക്ലോക്കുകളിൽ ഇടയ്ക്കിടെ ചേർക്കുന്ന ഒരു സെക്കൻഡ് ക്രമീകരണമാണ് ലീപ്പ് സെക്കൻഡ്. ഭൂമിയുടെ കറക്കം അറ്റോമിക് സമയവുമായി പൂർണ്ണമായും സമന്വയിപ്പിച്ചിട്ടില്ല എന്നതിനാൽ ഇതുവരെയും ആ വിടവ് നികത്താൻ ലീപ്പ് സെക്കൻഡുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇതുവരെ ഭൂമിയുടെ കറക്കത്തിലെ വേഗത കുറവിനും വേഗവർദ്ധനവിനും പിന്നാലെ കാരണം കൃത്യമായി രേഖപ്പെടുത്താൻ ഭൗമശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാലും ഭൂകമ്പങ്ങൾ, ഭൂമിയുടെ കാമ്പിലെ മാറ്റങ്ങൾ, ഹിമാനിയുടെ തിരിച്ചുവരവ്, അന്തരീക്ഷ മർദ്ദനത്തിലും സമുദ്ര പ്രഹരങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയൊക്കെയാണ് കാരണമായി അനുമാനിക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ വരും നാളുകളിൽ ഉണ്ടാകും. ഇപ്പോൾ ഭൂമിയുടെ കറക്കത്തിന് വേഗം കൂടുതലാണെങ്കിലും കാലക്രമേണ ഭ്രമണം സാവധാനത്തിലാകുമെന്നും ഗവേഷകർ പറയുന്നുണ്ട്.